സർ 17/1/2026 പുലർച്ചെ 2:43-നാണ് 36 വയസ്സുള്ള യുവാവ് ശ്വാസതടസ്സമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വിളപ്പിൽ CHCയിൽ ഡോക്ടറെ കാണാൻ എത്തുന്നത്. അന്ന് പുലർച്ചെ തന്നെ ഡോക്ടർ അവിടെ നെബുലൈസേഷൻ, ഓക്സിജൻ ഇൻഹലേഷൻ നൽകുകയും പിന്നീട് ഡെക്സാൻഡെറിഫിലിൻ ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തിരുന്നു. ഈ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തിരുന്നു സർ. ഇക്കാര്യം അന്നത്തെ ആശുപത്രി രജിസ്റ്ററിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് 19/1/2026 പുലർച്ചെ 1:28:48 ഈ യുവാവ് ഭാര്യയും മൊത്തം അവിടേക്ക് എത്തുന്നത്. ആദ്യഘട്ടം പുറത്തു വന്ന വാർത്ത സർ ഗേറ്റ് തുറന്നില്ല എന്നുള്ളതായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് ഇദ്ദേഹം ആരോഗ്യ കേന്ദ്രത്തിലെ OP വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഭാര്യയുമൊപ്പം വന്ന് അവിടെ ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ആരോഗ്യ പ്രവർത്തകരെ വിളിക്കാൻ ബെല്ലടിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. അപ്പൊ സുരക്ഷാ കാരണങ്ങളാൽ ആശുപത്രിയുടെ ഗ്രിൽ അകത്ത് നിന്ന് അടച്ചിട്ടു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സർ. 1:30:27 അതായത് 1.5 മിനിറ്റിൽ, ഒരു 2 മിനിറ്റിൽ താഴെ തന്നെ സർ ഈ രോഗിയെ അകത്തേക്ക് കൊണ്ടുപോയി നെബുലൈസേഷൻ, പിന്നീട് നമ്മൾ ഈ ഓക്സിജന്റെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണുന്നുണ്ട്. നെബുലൈസേഷൻ, ഓക്സിജൻ ഇൻഹലേഷൻ എന്നിവ നൽകുകയും ഡെക്സാൻഡെറിഫിലിൻ ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. ഓക്സിജൻ നൽകാൻ സൗകര്യമുള്ള ആംബുലൻസിൽ 1:37:53 പേഷ്യന്റിനെ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു സർ. സർ, ഇതില് അവിടെ എത്തുമ്പോഴേക്കും രോഗി മരിച്ചിരുന്നു. ഇതാണ് സർ റിപ്പോർട്ട്. ഇപ്പൊ നമുക്ക് ആശുപത്രിയുടെ ഡോക്യുമെന്റ്സും, എനിക്ക് സംഭവം ഉണ്ടായത് 19-നാണെങ്കിലും 26-നാണ് എനിക്ക് മെയിൽ കിട്ടിയിട്ടുള്ളത്. ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ലഭിച്ച റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് സർ ഇവിടെ പറയുന്നത്. ആശുപത്രി രേഖകളിൽ നിന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും സാധ്യമായ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നൽകി എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് എന്തായാലും ലഭിക്കേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുക. പരാതിയിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 194 പ്രകാരം വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ കേസും എടുത്തിട്ടുണ്ട് സർ.